എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമുക്ക് ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട്. ധ്വനി എന്നാണ് പേര്. പേരൊക്കെ ഭയങ്കര പവറാണ് കേട്ടോ, ധ്വനി. അപ്പോൾ എന്തായാലും ധ്വനിയുടെ വിശേഷങ്ങൾ നമ്മളെ പ്രിയ ശ്രോതാക്കൾക്ക് അറിയാം, ഒപ്പം നമുക്കും എല്ലാം അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ധ്വനിയുടെ വിശേഷങ്ങളും പാട്ടുകളും, നല്ലൊരു പാട്ടുകാരി കൂടിയാണ് ധ്വനി. ഏതായാലും നമുക്ക് പിറകെ ഇതെല്ലാം ആസ്വദിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് പ്രോഗ്രാമിലേക്ക് ധ്വനിയെ സ്വാഗതം ചെയ്യാണ്. ഹായ് ധ്വനി. ഹലോ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണോ? ആ, എന്തുകൊണ്ടാ ഹാപ്പി? അത് ഇവിടെ വരുമ്പോ ഭയങ്കര ഹാപ്പി ഇല്ലേ? ഇവിടെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണോ? തിരിച്ചു പോകുമ്പോഴോ? തിരിച്ചു പോകുമ്പോഴും ഇവിടെ വന്നൊരു ഹാപ്പി ഉണ്ട്. ഇവിടെ വന്നൊരു ഹാപ്പി അങ്ങനെ നിലനിൽക്കും അല്ലേ? ഓക്കെ. എന്താണ് ഇന്ന് ഇവിടെ വരുമ്പോ എന്താണ് വല്ല പരിപാടി? എന്തിനാ വന്നത്? ഇത് പാട്ട് പാടാനും പിന്നെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാനും ഒക്കെ ആയിട്ടാ വന്നത്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അല്ലേ? അപ്പൊ നമുക്ക് നല്ല പാട്ടുകളൊക്കെ പാടി തരുമോ? പിന്നെന്താ? എനിക്ക് വയ്യ, പിന്നെന്താ. അപ്പൊ ധ്വനിയുടെ വിശേഷങ്ങള് അറിയാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ധ്വനിയുടെ വിശേഷം നമ്മൾ രണ്ടുപേരും മാത്രമല്ല പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത്. ഒരുപാട് ശ്രോതാക്കളുണ്ട്, ഒരുപാട് ആൾക്കാർ, അമ്മമാരും എല്ലാം ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്കാണ് ധ്വനിയുടെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. ധ്വനി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എല്ലാം അങ്ങോട്ട് പറഞ്ഞോ. GHS പണയിൽ പിന്നെ A ഡിവിഷൻ പഠിക്കുന്നു. A ഡിവിഷനിലാണ് പഠിക്കുന്നത്. ക്ലാസ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അല്ലേ? കൊച്ച് ഫുൾ ഡീറ്റെയിൽ അങ്ങ് പറയുകയാണ് കേട്ടോ. ഡിവിഷൻ വരെ പറഞ്ഞു. ഇപ്പം ആ സ്കൂളിൽ പോയിട്ട് നമ്മൾ ഈ ക്ലാസ് നമ്പറും ഡിവിഷനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധ്വനിയെ കിട്ടും, പെട്ടെന്ന് കിട്ടും അല്ലയോ? ഓക്കെ. സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ പോരെ? ധ്വനി സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, A ഡിവിഷനിൽ പഠിക്കുന്നു അല്ലേ? എന്ന് പറഞ്ഞാൽ ധ്വനിയെ കിട്ടും. സ്റ്റാൻഡേർഡ് മാറിയോ? സന്തോഷം കൊണ്ട് സ്റ്റാൻഡേർഡ് ഒക്കെ മറന്നു പോയോ? ഉറപ്പിച്ചോ? അപ്പം തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ കൊച്ചിന് തെറ്റിപ്പോയതാ, പക്ഷെ സന്തോഷം ഇങ്ങനെ അങ്ങ് ആഹ്ലാദം വന്നപ്പോഴത്തേക്കിനല്ലേ ആ പഠിക്കുന്ന സ്റ്റാൻഡേർഡൊക്കെ അങ്ങ് മറന്നുപോയി. കുഴപ്പമില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന A ഡിവിഷനിൽ പഠിക്കുന്ന ധ്വനി എവിടെയെന്ന് വെച്ചാൽ കാണിച്ചു തരുമോ സാർമാർ? നമ്മുടെ ധ്വനിയെ കണ്ടുപിടിക്കാൻ എല്ലാവരും എളുപ്പമാർഗമാണ് കേട്ടോ. ഓക്കെ. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മാമ്മ, അപ്പാപ്പൻ, പിന്നെ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ മുത്തശ്ശി ഉണ്ടായിരുന്നു, കുറെ ദിവസമായിട്ട് മരിച്ചുപോയി. പിന്നെ വീട്ടില് എല്ലാരും ഒക്കെ ഉണ്ട്, ഹാപ്പി ആയിട്ട്. വീട്ടില് ഹാപ്പിയാണ്? ഫുൾ ടൈം ഹാപ്പിയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് അല്ലേ? സ്കൂളിലോ? സ്കൂളില് ഹാപ്പിയാണ്. സ്കൂളില് ഹാപ്പിയാണ് അല്ലേ? മോളുടെ വീട് എവിടെയാണ്? എന്റെ വീട് പനയം. പനയത്ത് എവിടെയാണ്? പനയത്ത് വയലില്. വയലിലോ? വയലിൽ കൊണ്ട് വീട് വെച്ചോ? അല്ല, വയലിന്റെ അപ്പുറത്ത്. വയലിന്റെ അങ്ങേക്കരയിലോ? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അമ്മയും അച്ഛനൊക്കെ എന്ത് ചെയ്യുന്നു? അമ്മയും അച്ഛനും സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. വർക്ക് ചെയ്യാണോ? വർക്ക് ചെയ്യല്ല, അച്ഛൻ ഓട്ടോ ഓടിക്കുന്നു, അമ്മ ആശുപത്രി പോയി. അമ്മയ്ക്ക് ഒരു ജോലിയുണ്ട്, പനിയായിട്ട് പോന്നില്ല. പനിയായോണ്ട് ഇന്ന് പോയില്ല. അല്ലെങ്കിൽ അമ്മയും വന്നേനെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മോള് മൊത്തത്തിൽ ഹാപ്പിയാണ്. എനിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിടം തൊട്ടേ നല്ല ഹാപ്പി, നല്ല എന്താ ഒരു എനർജി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് കണക്ക് ആയിരിക്കണം എപ്പോഴും കേട്ടോ. പിന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സ്കൂളില് കുറെ കൂട്ടുകാരികളുണ്ട്, പിന്നെ അവരോട് കളിക്കാം, പഠിക്കാം. കിട്ടുന്ന സമയത്തൊക്കെ ചിലപ്പോ കളിക്കാം. കളിക്കാം അതല്ലേ പറഞ്ഞ, കളിക്കാം, പഠിക്കാം, ചിരിക്കാം ഇല്ലയോ? അങ്ങനെയൊക്കെയാണല്ലേ? എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അതൊക്കെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്ത് ആരാണ്? നമ്മുടെ ഫ്രണ്ട് വീട്ടിലെ ബെസ്റ്റ് സുഹൃത്ത് ചേച്ചിയാ. സ്കൂളിൽ എനിക്ക് എല്ലാരും ഇഷ്ടാ. അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു അങ്ങനൊരു സുഹൃത്തൊന്നുമില്ല നമുക്കില്ലയോ? ഉണ്ടോ? അങ്ങനെ സുഹൃത്തില്ല, എല്ലാ സുഹൃത്തുക്കളാണ്. ടീച്ചേഴ്സൊക്കെയോ? ടീച്ചേഴ്സ് സുഹൃത്തുക്കളാണ്. അവര് പ്രായം കൂടിയോണ്ട് ഗുരുത്തുക്കളെന്ന് വിളിക്കും. ഗുരു എന്ന് വിളിക്കും. ഗുരുക്കളെന്ന് വിളിക്കും അല്ലേ? ഗുരുക്കന്മാരെന്ന് പറയാം എല്ലാവരും അല്ലേ? അവർക്ക് പ്രായം കൂടുതലായതുകൊണ്ട് നമുക്ക് സുഹൃത്ത് വലയത്തിൽ പെടുത്താൻ പറ്റില്ല. ഈ സുഹൃത്താവണമെങ്കിൽ എത്ര വയസ്സ് വരെ വേണം?
ഇത് ടീച്ചർമാരുടെ ചോദിച്ചതിന് വേണം, അപ്പോഴേ സുഹൃത്താവാൻ പറ്റും. ടീച്ചർമാരുടെ വയസ്സ് വേണം എന്നാലും സുഹൃത്താൻ പറ്റൂ. ആ അല്ല, നേരത്തെ പറഞ്ഞു ടീച്ചർമാര് പ്രായം കൂടുതലല്ലേ, അപ്പം ഗുരുക്കന്മാര് എന്നല്ലേ പറഞ്ഞത്? ആ അന്നേരം എങ്ങനെ അത് ശരിയാ? കൊച്ചു കുട്ടികളാകുമ്പോ, അതന്നെ വലിയ കുട്ടികളാകുമ്പോ വേറെ ടീച്ചറൊക്കെ വരുമ്പോ അവരുടെ സുഹൃത്താവാലോ. ആ അല്ല, ഇപ്പൊ കൊച്ചിന്റെ സുഹൃത്ത് ആരൊക്കെയാണ്? എന്റെ സുഹൃത്ത് എല്ലാരുമാണ്. എനിക്ക് എല്ലാരുമാണ്. ആരും നല്ലതായിട്ട് തോന്നത്തില്ല, എല്ലാരും നല്ല സുഹൃത്ത്. ആരും നല്ലവരായിട്ട് തോന്നുന്നില്ല. ആ അതുകൊണ്ട് എല്ലാരും നല്ല സുഹൃത്താ. അതുകൊണ്ട് എല്ലാവരും നല്ല സുഹൃത്തിപ്പെടുത്തി നമ്മളില്ലേ. ആരും നല്ലവരില്ല അവിടെ, ഉം, അതുകൊണ്ട് നമുക്ക് എല്ലാവരും നല്ല സുഹൃത്തുക്കളാ. ഉം, ഓ ശരി ശരി ശരി, അങ്ങനെയാണ് കാര്യങ്ങളുടെ പടപ്പ് അല്ലേ? ഉം. ഓക്കെ ഓക്കെ. എങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എന്ന് ആരാണ് പറഞ്ഞത്? അച്ഛനോ അമ്മയോ? രണ്ടുപേരും പറയും. രണ്ടുപേരും പറയുന്നുണ്ട് പഠിക്കുന്നുണ്ടെന്നല്ലേ? ആ സ്കൂളുകാരും പറയാറില്ല? സ്കൂളിൽ പറയും. സ്കൂളിൽ എന്താ പറയുന്നേ? സ്കൂളിൽ പറയും, മാർക്കൊക്കെ വാങ്ങിച്ചാ പറയും അത്ഭുതാണ്, ഇതാണ്, അതാണ്. എന്താണ്? എന്താണെന്ന്? അത്ഭുതാണെന്നൊക്കെ. ഓ, അത്ഭുതമാണെന്നില്ല ഇത്രയും മാർക്കൊക്കെ മേടിച്ചത്. ഉം. ആണോ? അങ്ങനെ അത്ഭുതമൊക്കെ പെടുത്തിട്ടുണ്ടോ ടീച്ചേഴ്സിനെ? ആഹാ, കുറേ ദിവസം കുറെ ദിവസം നടന്നിട്ടുണ്ട്. അത്ഭുതപ്പെടുത്താനോ? ഉം. ആ, കൊച്ചു കുറേ ദിവസം ടീച്ചർമാരെ അത്ഭുതപ്പെടുത്താൻ നടന്നിട്ടുണ്ട്. എന്നിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? പെട്ടിട്ടുണ്ട്. എങ്ങനെയാ അത്ഭുതപ്പെട്ടത് ടീച്ചർ? മാർക്ക് വാങ്ങിച്ച് ജയിച്ച് കാണിക്കും. ചിരിച്ചു കാണിക്കും. ജയിച്ച് കാണിക്കും ആരാ? മാർക്ക് വാങ്ങിച്ച് ടീച്ചറിനെ. അപ്പൊ ടീച്ചർ എന്ത് പറയും? അപ്പൊ ടീച്ചർ പറഞ്ഞ മിടുക്കി കുട്ടിയാന്ന് പറയും. ആ, മിടുക്കി കുട്ടിയാന്ന് പറയല്ലേ? ഉം. ഓക്കെ, അപ്പൊ നല്ലൊരു മിടുക്കിയല്ലേ അന്നേരം? ആ, അപ്പൊ നമുക്ക് എന്താ തോന്നുന്നേ? ഇപ്പൊ അല്ല, അന്നേരം സന്തോഷം. അന്നേരം 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 സന്തോഷം തോന്നും. അന്നേരം സന്തോഷം തോന്നും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? സന്തോഷിച്ചോണ്ടേയിരിക്കും. ആ, സന്തോഷിച്ചോണ്ടിരുന്നാൽ മാത്രം പോരാ, നന്നായിട്ട് പഠി പഠിക്കാൻ കൂടെ വേണം. ഓക്കെ. പിന്നെ ഒരു പാട്ടുകാരിയാന്നൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. ആ, ആണോ? ആണ്. ആണോ? അപ്പൊ നമുക്കൊരു പാട്ട് പാടിത്തരൂ. ഉം. ഏത് പാട്ടാ ഇഷ്ടം? എനിക്ക് ഒരു കവിത അറിയാം. ഉം. പിന്നെ സിനിമ പാട്ടൊക്കെ അറിയാമോ? ആ, സിനിമ പാട്ടൊക്കെ അറിയാം. ഏത് പാട്ടറിയാം? ആനക്കണില്, പിന്നെ പഴയൊരു പാട്ടുണ്ട് കദളി വാഴ. ആ, പിന്നെ പിന്നെ സാറ് പഠിപ്പിച്ചു തന്നത് ഒരു തുമ്പിയുടെ പാട്ടുണ്ട്. തുമ്പിയുടെ പാട്ടുമുണ്ട്. ആ, പിന്നെ ഇത്രയും പാട്ടറിയോ? ഉം, ഓക്കെ. അപ്പൊ എനിക്കിത് കേട്ടപ്പോ എനിക്ക് കദളി വാഴല്ലേ, പഴയ പാട്ട്, ഉം. അതൊന്ന് കേൾക്കണമെന്നൊരു ആഗ്രഹം. അതൊന്ന് പാടിത്തരൂ. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിളിച്ച്, വിരുന്നുകാര 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 വന്നാട്ടെ, വിരുന്നുകാര 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 വന്നാട്ടെ. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിളിച്ചു, വിരുന്നുകാര 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 വന്നാട്ടെ. മാരനാണ് വരുന്നതെങ്കിൽ മധുരപ്പത്തിരി വെക്കണം, മാവ് വേണം, വെണ്ണ വേണം, പൂവാലി പശുവേ പാൽ തരണം. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാര 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 വന്നാട്ടെ. സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമയിത്തിരി എഴുതേണം, കാപ്പു വേണം, കാൽത്തള വേണം, കസവിൻ തട്ടം മേലിടണം. വയസ്സനാണ് വരുന്നതെങ്കിൽ, വയസ്സനാണ് വരുന്നതെങ്കിൽ അയിലേം ചോറും നൽകേണം. ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിളിച്ച്, വിരുന്നുകാര 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 വന്നാട്ടെ, വിരുന്നുകാര 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 വന്നാട്ടെ. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി കേട്ടോ. ഉം. സൂപ്പർ. എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ട പാട്ട്. ഉം. എന്തുകൊണ്ടാണ് ഈ പഴയ പാട്ടൊക്കെ ആര് പഠിപ്പിച്ചതെന്ന്? ഞാൻ കേട്ട് പഠിച്ചാ വെച്ചപ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ. ആണോ? ഈ പാട്ട് ഇഷ്ടമാണോ? ആ,
പഴയ പാട്ടാണ് ഇഷ്ടം? പഴയ പാട്ട് ഇഷ്ടാ, പുതിയ പാട്ടും ഇഷ്ടാ. ഒന്നിനും കുറവില്ല. ഇതിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കേട്ടിട്ട് എഴുതി പഠിച്ചോ അതോ കേട്ട് കേട്ട് പഠിച്ചോ? കേട്ട് കേട്ട് പഠിച്ചേ. ആഹാ, പിടിക്കുകയാണല്ലോ അപ്പം. ഇപ്പൊ ഞങ്ങളെ സന്തോഷിപ്പിച്ചു ഉം. കേട്ടോ. ധ്വനി മാത്രമല്ല സന്തോഷിക്കുന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവും കേട്ടോ. ആ. ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ പഠിക്കണം ഉം. കേട്ടോ. പിന്നെ ഈ പാട്ട് എവിടെ സ്റ്റേജിലൊക്കെ പാടാറുണ്ടോ? എവിടെയെങ്കിലൊക്കെ മത്സരങ്ങൾക്കൊക്കെ പാടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പഠിച്ചിട്ട് വന്നേ ഉള്ളൂ. ആണോ? കവിത സ്റ്റേജിലൊക്കെ ചെന്ന് പാടും. ആണോ? ആഹാ, ഇനിയിപ്പോ അങ്ങനൊന്നും അല്ല. ഇനിയിപ്പോ നമ്മൾ അടിപൊളിയായിട്ടൊക്കെ പഠിച്ച് വലിയ 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 മുട്ടം പാട്ടുകാരിയാവണം കേട്ടോ. ഈ പാട്ടല്ല, വേറെ സിനിമ പാട്ട് ബീച്ചിലൊക്കെ പോയി പാടിയിട്ടുണ്ട്. അതേത് പാട്ട്? അങ്ങവാനക്കോണില്. അത് രണ്ടുപേരും പഠിക്കേ. അങ്ങവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീർപ്പഴപ്പിൽ നിഴലിടും, അമ്പിളി കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങു പതുങ്ങിയല്ലോ, ചാരക്കോണത്തുള്ള ഒരാൾ ചേലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മുറും അത്രയും വെറ്റിലയിട്ട് വെക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ ഉറങ്ങ് ഉറങ്ങ്. ഓ, ഞങ്ങൾ ഉറക്കിക്കളഞ്ഞു കേട്ടോ കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷെ വന്നപ്പോഴാണ് കണ്ണു തുറന്നത്. മനോഹരമായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് നമ്മൾ പാടുന്നുണ്ട് കേട്ടോ. പഠിച്ച് പഠിച്ച് വലിയൊരു പാട്ടുകാരി ആവണം കേട്ടോ. അതുപോലെ തന്നെ നമ്മള് സ്കൂളിലൊക്കെ പോകുന്നുണ്ടല്ലോ, അതെന്തിനു വേണ്ടിട്ടാ? പഠിക്കാൻ വേണ്ടിട്ട്. പഠിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ? പഠിച്ച് വലുതായി വളർന്ന് ജോലിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ എന്ത് ജോലി കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്? മോക്ക് പഠിച്ചു വളർന്നായിട്ട് ആരാവാനാണ് ആഗ്രഹം? എനിക്ക് കളക്ടർ ആവാനാണ് ആഗ്രഹം. കളക്ടർ ആവാനാണോ ആഗ്രഹം? കളക്ടർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ജോലികളുണ്ടെന്ന് അറിയാമോ? എന്തൊക്കെയുണ്ട്? ഇങ്ങനെ ഒരാൾക്കാരൊക്കെ വന്ന് പ്രശ്നം പറയുമ്പോ ആ പ്രശ്നം തീർക്കണം. പിന്നെ വേറെ പ്രശ്നങ്ങളൊക്കെ അത് മൊത്തം തീർക്കണം. പിന്നെ കുറെ പ്രശ്നം, അത്യാവശ്യമായിട്ടുള്ള പ്രശ്നമൊക്കെ വന്നാ അതിന് പോലീസുകാരുടെ കൈ കൊടുക്കും. പോലീസുകാരുടെ സഹായം തേടും അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പോഴെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ? കളക്ടറെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? കളക്ടറെ കണ്ടിട്ടുണ്ട് നേരിട്ട്. ഉണ്ടോ? എവിടെ വെച്ച്? ടിവിയിൽ കണ്ടിട്ടുണ്ടല്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ മോളെ. അപ്പൊ എന്തായാലും പഠിച്ച് നല്ലൊരു കളക്ടർ ആവണം. അതുപോലെ നല്ലൊരു പാട്ടുകാരി കൂടി ആവണം കേട്ടോ. നല്ല മിടുക്കിയാവണം. ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ നല്ലൊരു കളക്ടറും നല്ലൊരു ഗായികയും ഒക്കെ ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.